ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. CBFന്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിനെ കോടതി പുറത്താക്കിയിരുന്നു. വ്യാജരേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിലേക്ക് വഴി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇടക്കാല പ്രസിഡന്റ് അവർക്കുണ്ട്. ഫെർണാണ്ടോ സാർണി എന്ന പ്രസിഡന്റാണ് ഇപ്പോൾ CBFനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരുന്ന 25-ാം തീയതി ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്താൻ CBF തീരുമാനിച്ചു കഴിഞ്ഞു, അഥവാ ഫെർണാണ്ടോ സാർണി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴിതാ ESPN ബ്രസീൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് താൽക്കാലിക പ്രസിഡന്റായ സാർണി കഴിഞ്ഞ ദിവസം കാർലോ ആഞ്ചലോട്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ കോൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്, ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നിരുന്നത്. പ്രധാനമായും CBFനകത്തെ ഈ പ്രശ്നങ്ങളെ കുറിച്ചാണ് കാർലോ ആഞ്ചലോട്ടിയും സാർണിയും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ സാർണി കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ടീം അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സ്വതന്ത്രമായിരിക്കും. ബ്രസീലിയൻ ടീമിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക വേണ്ട എന്ന ഒരു ഉറപ്പാണ് കാർലോ ആഞ്ചലോട്ടിക്ക് നൽകിയിട്ടുള്ളത്. CBFനകത്ത് പ്രശ്നങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്നാൽ അത് ഒരിക്കലും ബ്രസീലിയൻ ദേശീയ ടീമിനെ ബാധിക്കില്ല. അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ സാർണി നൽകിയിട്ടുള്ളത്. ഇത് ബ്രസീലിയൻ ആരാധകർക്ക് ഒരല്പമെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഒരു റീബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് ബ്രസീൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. CBFനകത്തെ പ്രശ്നങ്ങൾ അത് ബ്രസീലിയൻ ടീമിനെ ബാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ഇന്ററിം പ്രസിഡന്റ് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.